വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ. അന്ത്യനാളിൽ അല്ലാഹു നീതിയുടെ തുലാസാണ് നാട്ടിവെക്കുന്നത്. എല്ലാവർക്കും നീതി. ഹത്താ യുഖാദ. നബി തങ്ങൾ പറഞ്ഞു, കൊമ്പുണ്ടായിരുന്ന ഒരാട് കൊമ്പില്ലാത്ത മറ്റൊരാടിനെ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ 2 ആടുകളെയും അല്ലാഹു മശ്റയിൽ കൊണ്ടുവരികയും കൊമ്പില്ലാതിരുന്ന ആടിന് കൊമ്പ് കൊടുത്ത് നിന്നെ കുത്തിയതുപോലെ തിരിച്ചു കുത്തിക്കോ എന്ന് പറഞ്ഞ് അള്ളാഹു നീതി നടപ്പാക്കിയിട്ട് പറയും, കൂനു തുറാബ, നിങ്ങൾ മണ്ണായി മാറിക്കോളൂ എന്ന് പറഞ്ഞ് ജീവജാലങ്ങളോട് നീതി നടപ്പാക്കിയതിന് ശേഷം അവരോട് മണ്ണാവാൻ പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് മനുഷ്യരിൽ കുറ്റവാളികളായ ആളുകൾ പറഞ്ഞു പോകുന്നത്, യാ ലൈതനീ കുൻതു തുറാബ, ഇതുപോലെ പടച്ചവനെ ഞാനും മണ്ണായി മാറിയിരുന്നെങ്കിൽ, എനിക്കൊരു വിചാരണ ഇല്ലായിരുന്നെങ്കിൽ, ഒരു ശിക്ഷ എനിക്ക് നടപ്പാക്കപ്പെടില്ലായിരുന്നെങ്കിൽ എന്ന്. യാ ലൈതനീ കുൻതു തുറാബ. കാഫിറായ മനുഷ്യൻ, ദൈവനിഷേധിയായ ആള്, പടച്ചവനില്ല എന്ന് പറഞ്ഞവൻ അന്നേരം പറയുമത്രേ, യാ ലൈതനീ കുൻതു തുറാബ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേ. ആ നീതിയുടെ നാളാണ് അള്ളാഹു നടപ്പാക്കാൻ പോകുന്നത്. അദിലിൻ്റെ ദിവസമാണ്. യൗമുൽ ആഖിറ ഇല്ലായിരുന്നെങ്കിൽ നീതി പൂർണ്ണമാകുമായിരുന്നില്ല. ഭൂമിയിൽ ഒരിക്കലും നീതി പൂർണ്ണമല്ല. പൂർണ്ണമായ നീതി നടപ്പാക്കപ്പെടുന്നത് യൗമുൽ ഖിയാമയിലാണ്. അതുകൊണ്ട് തന്നെ ദുന്യാവിൽ ആർക്കെങ്കിലും നീതി നിഷേധിക്കപ്പെടുകയാണെങ്കിൽ, ഒരാൾ അതിക്രമത്തിന് വിധേയമാവുകയാണെങ്കിൽ, അനീതിക്ക് വിധേയമാവുകയാണെങ്കിൽ, അതിനല്ലാഹു കൊടുക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഒരാൾക്ക് തോന്നുന്നത്, എന്നെ വെറുതെ ഒരാൾ ടെർമിനേറ്റ് ചെയ്തു, എൻ്റെ മാനേജർ എന്നോട് ദേഷ്യമുണ്ടായതിൻ്റെ പേരിൽ, എന്തെങ്കിലും പേഴ്സണൽ റീസൺ കാരണം എന്നെ ഒരാളെ, എൻ്റെ ലൈൻ മാനേജർ അല്ലെങ്കിൽ എൻ്റെ സൂപ്പർവൈസർ എനിക്ക് ടെർമിനേഷൻ നൽകി, എൻ്റെ ജോലിയിൽ നിന്ന് പുറത്താക്കി, അല്ലെങ്കിൽ എനിക്കെതിരെ അക്യൂസേഷൻസ് ഉണ്ടാക്കി, എന്തെങ്കിലും ഒരു അനീതിയാണ് നടക്കുന്നതെങ്കിൽ ആ മദ്ലൂമിന് അല്ലാഹു ദുആഇന് ഉത്തരം കൊടുക്കുന്നുണ്ട്. ഫഇന്നഹു ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. ആ അതിക്രമിക്കപ്പെട്ടവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം